അന്തരിച്ച ചലച്ചിത്ര നിർമ്മാതാവ് ഗാന്ധിമതി ബാലൻ്റെ സംസ്കാരം ഇന്ന് ശാന്തി കവാടത്തിൽ വൈകുന്നേരം 5 മണിക്ക് നടക്കും തിരുവനന്തപുരത്ത്. കലരോഗത്തെ തുടർന്ന് ഇന്നലെ തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചത്. 66 വയസ്സ് പ്രായമായിരുന്നു. മലയാള ചലച്ചിത്ര ലോകത്ത് സ്വന്തമായൊരു വിലാസം എഴുതി ചേർത്ത ആളായിരുന്നു അദ്ദേഹം. ഗാന്ധിമതി ബാലൻ്റെ വീട്ടിൽ ഇപ്പോൾ പൊതുദർശനം ആരംഭിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് അജീഷ് ജയകുമാർ നമുക്കൊപ്പം തത്സമയം ചേരുന്നു. അജീഷ്, പറയൂ വിവരങ്ങൾ. എസ്കെൻ അല്പസമയം മുമ്പാണ് ഗാന്ധിമതി ബാലന്റെ മൃതദേഹം ഇവിടെ അദ്ദേഹം അവസാന കാലത്ത് താമസിച്ചിരുന്ന ഈ വഴുതക്കാട്ടുള്ള വസതിയിൽ ഫ്ളാറ്റിൽ എത്തിച്ചത്. ഇവിടെ ഇപ്പോൾ സിനിമാ സാംസ്കാരിക മേഖലയിലുള്ള പ്രമുഖർ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്കു കാണാൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രമുഖരായ നടന്മാരും അതേപോലെ രാഷ്ട്രീയ നേതാക്കളുമുണ്ട്. ജഗദീഷ്, മണിയമ്പിള്ള രാജു, രാഷ്ട്രീയ നേതാക്കളായ ഷിബു ബേബി ജോൺ അടക്കമുള്ളവർ ഇവിടെ എത്തി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചു. ഇതിനുശേഷം ഉച്ചയ്ക്ക് 2 മണിക്ക് അയ്യങ്കാളി ഹാളിലും പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷം വൈകിട്ട് 5 മണിക്കാകും തൈക്കാട് ശാന്തി കവാടത്തിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം സംസ്കരിക്കുക. നമുക്കറിയാവുന്നത് പോലെ മേന്മയുള്ള ഒട്ടനവധി ചിത്രങ്ങൾ നിർമ്മിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്ത നിർമ്മാതാവാണ് ഗാന്ധിമതി ബാലൻ. അദ്ദേഹത്തെ കുറിച്ച് ഓർക്കുമ്പോൾ 1980കളിലാണ് അദ്ദേഹം കൂടുതലായും മലയാള സിനിമയ്ക്ക് സംഭാവന നൽകിയിട്ടുള്ളത്. 1990ലാണ് അദ്ദേഹത്തിന്റെ അവസാനം ചിത്രം അത് പുറത്തിറങ്ങിയത്. അതിനുശേഷം അദ്ദേഹം നിർമ്മാണ രംഗത്ത് നിന്ന് മലയാള സിനിമയിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു. പിന്നീട് അത് അദ്ദേഹത്തിനോടൊപ്പം ഒരു മുറിയിൽ താമസിച്ചിരുന്ന പി പത്മരാജന്റെ മരണത്തോടെയാണ് അദ്ദേഹം പിന്നീട് മലയാള സിനിമയുടെ നിർമ്മാണ രംഗത്ത് നിന്ന് വിട്ടുനിന്നത്. പിന്നീട് ഏറെക്കാലം അദ്ദേഹം മറ്റു ജോലികളിൽ മറ്റു മേഖലകളിലേക്ക് അദ്ദേഹം തിരിഞ്ഞിരുന്നു. ഒട്ടനവധി സിനിമകൾ, അതായത് മൂല്യമുള്ള ഒട്ടനവധി ചില അഭിനേതാക്കൾ പറയുന്നത് പോലെ ചില സിനിമകൾ മൂല്യത്തിനപ്പുറം ചില സിനിമകൾ സാമ്പത്തികമായിക്കും അത് തകരുന്ന സിനിമകളാണെങ്കിൽ പോലും അദ്ദേഹം അത്തരത്തിലുള്ള കഥകൾ തിരഞ്ഞുപിടിച്ച് അത് നിർമ്മാണം ചെയ്യുകയും സംവിധായകരെ കണ്ടുപിടിക്കുകയും അതിൽ അന്വേഷണം നടത്തുകയും ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ള ഒരു നിർമ്മാതാവ് കൂടിയായിരുന്നു അദ്ദേഹം. അങ്ങനത്തെ ഒട്ടനവധി സിനിമകൾ, അതായത് പഞ്ചവടിപ്പാലം, തൂവാനത്തുമ്പികൾ, മൂന്നാം പക്കം, സുഗമോദേവി, നൊമ്പരത്തിപ്പൂവ്, മാളൂട്ടി തുടങ്ങിയ ചിത്രങ്ങൾ, ഇത്തരത്തിലുള്ള ചിത്രങ്ങളൊക്കെ കാലാതീതമായി തന്നെ നിലനിൽക്കുന്ന സിനിമകളായിരുന്നു. അത്തരത്തിലുള്ള സിനിമകളായിരുന്നു അദ്ദേഹം ഏറെയും നിർമ്മിച്ചതും വിതരണം ചെയ്തതും ഒക്കെ. പിന്നീട് ചലച്ചിത്ര മേഖലയിൽ നിന്ന് വിട്ടുനിന്നെങ്കിൽ പോലും ചലച്ചിത്ര അക്കാദമിയുടെ മുൻ വൈസ് ചെയർമാൻ എന്നൊരു സ്ഥാനം കൂടി അദ്ദേഹം അലങ്കരിച്ചിരുന്നു. ഇവന്റ്സ് ഗാന്ധിമതി എന്ന ഇവന്റ് മാനേജ്മെന്റ് കമ്പനി ഉടമ കൂടിയായിരുന്നു അദ്ദേഹം. 2015 നാഷണൽ ഗെയിംസിന്റെ ചീഫ് ഓർഗനൈസർ കൂടിയായിരുന്നു അദ്ദേഹം. അങ്ങനെ സംഘാടന മേഖലയിലും വളരെ മികച്ച മികവ് പുലർത്തിയിരുന്ന ഒരാൾ കൂടിയായിരുന്നു അദ്ദേഹം. ആലിബൈ ഗ്ലോബൽ കമ്പനി എന്ന പേരിൽ സൈബർ ഫോറൻസിക് സ്റ്റാർട്ടപ്പ് കമ്പനി കൂടി സ്ഥാപിച്ചു. അതും 65ാമത്തെ വയസ്സിലാണ് ഈ ഒരു സൈബർ ഫോറൻസിക് സ്റ്റാർട്ടപ്പ് കമ്പനി സ്ഥാപിച്ചത്. അപ്പോൾ അദ്ദേഹം എല്ലാ മേഖലയിലും ഓരോ കാലത്തും അദ്ദേഹത്തിന്റെ കഴിവും മികവും പ്രകടിപ്പിച്ചിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ ഈ പേരിന് പിന്നിൽ തന്നെ ഒരു കഥയുണ്ട്. ഗാന്ധിമതി എന്നുള്ളത് അദ്ദേഹത്തിന്റെ അമ്മയുടെ പേരാണ്. അമ്മയ്ക്ക് അത് മഹാത്മാഗാന്ധി, സാക്ഷാൽ മഹാത്മാഗാന്ധി നൽകിയ പേരാണ് ഈ ഗാന്ധിമതി എന്നുള്ളത്. ആ പേര് പിന്നീട് അദ്ദേഹത്തിന്റെ പേരിന് മുൻപായി ചേർക്കുകയും അതൊരു ബ്രാൻഡായി വളർത്തിയെടുക്കുകയും ചെയ്ത ഒരു വലിയ മനുഷ്യനായിരുന്നു ഗാന്ധിമതി ബാലൻ. ആ ഗാന്ധിമതി ബാലനെ അവസാനമായി ഒരു നോക്ക് കാണാനാണ് തിരുവനന്തപുരത്തുള്ള സാംസ്കാരിക പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുമൊക്കെ ഇവിടെ എത്തിച്ചേർന്ന് അദ്ദേഹം ദീർഘകാലം, അതായത് സിനിമാ മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന 1980കളുടെ കാലത്തും അതേപോലെ തന്നെ 90കളുടെ കാലത്തും ഒക്കെ തിരുവനന്തപുരമായിരുന്നു അദ്ദേഹത്തിന്റെ കേന്ദ്രം. തിരുവനന്തപുരത്തായിരുന്നു പത്മരാജനുമൊപ്പം കെ ജി ജോർജിനുമൊപ്പം അദ്ദേഹം കൂടുതൽ ചർച്ച നടത്തിയിരുന്നു. ഇവിടുത്തെ പല ഹോട്ടലുകളിലുമായിരുന്നു ചർച്ച നടത്തിയിരുന്നത്. അങ്ങനെ തിരുവനന്തപുരം കേന്ദ്രീകരിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖലകൾ കൂടുതലും ഉണ്ടായിരുന്നത്. അങ്ങനെ തിരുവനന്തപുരത്ത് തന്നെയാണ് അദ്ദേഹം അവസാന കാലങ്ങളിൽ ചികിത്സയിൽ കഴിയുന്നതും അദ്ദേഹം താമസിച്ചിരുന്നതുമൊക്കെ. അങ്ങനെ തിരുവനന്തപുരത്തുള്ള അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ഒപ്പം സാംസ്കാരിക മേഖലയിലുള്ളവരും രാഷ്ട്രീയക്കാരും ഒക്കെ തന്നെ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉച്ചയ്ക്ക് 2 മണിക്ക് മൃതദേഹം അയ്യങ്കാളി ഹാളിലേക്ക് മാറ്റും. അതിനുശേഷം വൈകിട്ട് 5 മണിക്കാണ് തൈക്കാട് ശാന്തി കവാടത്തിൽ ശവസംസ്കാരം നടക്കുക. ഓക്കെ, നമുക്കൊപ്പം ചേർന്നത് അജീഷ് ജയകുമാറാണ്. വഴുതക്കാട്ടെ വീട്ടിലാണ് പൊതുദർശനം നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായ എം രഞ്ജിത്ത്, PS പ്രശാന്ത് തുടങ്ങിയ ആളുകളൊക്കെ തന്നെ ഈ അഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ വേണ്ടി എത്തിയിരുന്നു. ഒരുപക്ഷെ മലയാള സിനിമയ്ക്ക് എക്കാലത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ ആക്ഷേപഹാസ്യം എന്ന് നമ്മൾ വിളിക്കുന്ന പഞ്ചവടിപ്പാലം പോലെയുള്ള നല്ല സിനിമകൾ മലയാളിക്ക് സമ്മാനിച്ച
നിർമ്മാതാവായിരുന്നു അദ്ദേഹം. മൂന്നാം പക്കം, ആദാമിൻ്റെ വാരിയലെ തുടങ്ങിയ ക്ലാസിക് സിനിമകളും മലയാളിക്ക് അദ്ദേഹം സമ്മാനിച്ചു. പി പത്മരാജനുമായും കെ ജി ജോർജുമായും വളരെ അടുത്ത ബന്ധം പുലർത്തിയ ആളായിരുന്നു അദ്ദേഹം. കുറച്ചു കാലമായി കരൾ രോഗത്തിന് അദ്ദേഹം ചികിത്സയിലായിരുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സുമായി താതാത്മ്യം പ്രാപിക്കുന്ന സംവിധായകന്മാർ ഇല്ലാതായതോടെ നിർമ്മാണ രംഗത്ത് നിന്ന് അദ്ദേഹം ഒഴിഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. മാത്രമല്ല, അദ്ദേഹം ഈ അടുത്ത കാലത്തായി അദ്ദേഹം സുഹൃത്തുക്കളോടൊക്കെ പറയുമായിരുന്നു, നമുക്ക് പറ്റിയ ആളുകളില്ല. ആ രീതിയിലായിരുന്നു. അതുപോലെ ഇപ്പോൾ എം രാജീവ് കുമാറും ടി കെ രാജീവ് കുമാർ, അദ്ദേഹത്തിൻ്റെ നിതാന്ത സുഹൃത്താണ് ടി കെ രാജീവ് കുമാറും പൊതുദർശനം കാണാൻ എത്തിയിട്ടുണ്ട്. മാത്രമല്ല, എനിക്ക് തോന്നുന്നു എസ് ഐ പ്രോപ്പർട്ടിലെ രവീന്ദ്രൻ നായരെ പോലെ കുറേ അധികം തിരുവനന്തപുരം സുഹൃത്തുക്കൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ജി സുരേഷ് കുമാറും ഒക്കെ അദ്ദേഹത്തിനൊപ്പം സഞ്ചരിച്ച ചലച്ചിത്ര നിർമ്മാതാവാണ്. തിരുവനന്തപുരത്തെ ഒരു നിർമ്മാതാവ് എന്നറിയപ്പെടാനും അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പത്മരാജനോടൊപ്പം ഒരുപാട് കാലം ഒന്നിച്ച് സഞ്ചരിച്ച ഒരു വലിയ ചലച്ചിത്രകാരനാണ് വിടവാങ്ങിയിരിക്കുന്നത്. ഒരിക്കൽ കൂടി 24-ൻ്റെ ദുഃഖം ഇവിടെ രേഖപ്പെടുത്തുന്നു. ഒരുപക്ഷെ ഒരു നിർമ്മാതാവ് മാത്രമല്ല, വലിയൊരു സുഹൃത്തിനെ കൂടിയാണ് എനിക്ക് നഷ്ടമാകുന്നത്.